നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഹരിയാനയിൽ ഇത്തവണ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10-ൽ 7 സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് കിട്ടും എന്ന രീതിയിലാണ് സർവേകളിൽ പലതും വരുന്നത്. ദേശീയ മാധ്യമങ്ങൾ അതിശക്തമായി തന്നെ ഇന്ത്യ മുന്നണിക്ക് എതിരായി തന്നെ പറയുന്ന കാലഘട്ടത്തിലും ഹരിയാനയിലെ കാര്യം വരുമ്പോൾ അത് BJPക്ക് പ്രതികൂലം തന്നെയാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10-ൽ 10ഉം BJPയാണ് കൊണ്ടുപോയത്. എന്നാൽ ഇക്കുറി അങ്ങനെയല്ല. അവിടുത്തെ മുഖ്യമന്ത്രിയായ മനോഹർലാൽ ഖട്ടർ രാജിവെക്കുകയും JJPയുമായിട്ടുള്ള സഖ്യം അവസാനിക്കുകയും ചെയ്ത ഒരു നിമിഷം കൂടിയുണ്ട്. ദുഷ്യന്ത് ചൗട്ടാല ഒരു കാരണവശാലും വർഗീയതയുമായി കൂട്ടുകെട്ടുണ്ടാക്കരുത് എന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറഞ്ഞതോടുകൂടി അദ്ദേഹം ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണ്ടെന്ന് വയ്ക്കുകയും മന്ത്രിസഭ തന്നെ താഴേക്ക് വീഴുകയും ചെയ്തിരിക്കുന്നു. നിലവിൽ അവിടുത്തെ പ്രതിപക്ഷ നേതാവായിരുന്നത് ഭൂപീന്ദർ സിംഗ് ഹൂഡ എന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ നേതാവാണ്. ഹരിയാനയുടെ രാഷ്ട്രീയം കൃത്യമായി അറിയുന്ന ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്ക് വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള സുവർണ അവസരം തന്നെയായിരിക്കും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പെന്നത് വ്യക്തമാണ്. നമുക്കറിയാം, 2014 ഹരിയാനയിൽ BJP അധികാരത്തിലേക്ക് വരുന്നത്. അതുവരെയും വലിയ രീതിയിൽ വോട്ട് ഷെയർ ഒന്നും ഇല്ലാതെ ഇരുന്ന BJP അധികാരത്തിലേക്ക് എത്തിയ ഒരു നിമിഷമായിരുന്നു. പിന്നീട് അങ്ങോട്ട് അവരുടെ തേരോട്ടമായിരുന്നു. 2014-ലും 2019-ലും BJP സർക്കാർ തന്നെ അധികാരത്തിലേക്ക് വന്നു. 2019-ൽ കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും JJP എന്ന പുതിയ പാർട്ടി രൂപീകരിച്ച് 10ഓളം സീറ്റ് നേടിയ ദുഷ്യന്ത് ചൗട്ടാലയെ ഒപ്പം കൂട്ടിയാണ് മനോഹർലാൽ ഖട്ടർ അവിടെ മന്ത്രിസഭ രൂപീകരിച്ചത്. മുന്നോട്ട് പോകുന്ന സർക്കാരിനെതിരെ പല രൂക്ഷമായ വിമർശനവും അഭിപ്രായ വ്യത്യാസവും ദുഷ്യന്ത് ചൗട്ടാല പല സമയത്തും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിനെ അനുനയിപ്പിച്ച് മുന്നോട്ട് പോകാൻ BJP ഒരു പരിധിവരെ വിജയിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഏതിനും ഒരു അവസാനമുണ്ട് എന്ന രീതിയിൽ ദുഷ്യന്ത് ചൗട്ടാല ഒടുവിൽ കോലൊടിച്ചിട്ടു. അതിൽ BJP തെന്നിത്തെറിച്ച് വീണു എന്ന് തന്നെ പറയേണ്ടി വരും. വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലും ഗണ്യമായിട്ടുള്ള കുറവുണ്ടാകും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിക്കും അതിശക്തമായിട്ടുള്ള വേരുകൾ ഉള്ള മേഖലകൾ ഉണ്ട്. ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്നത് കൊണ്ട് തന്നെ ഹരിയാനയിലെ പല പ്രദേശങ്ങളിലും കൃത്യമായും കെജ്രിവാൾ എഫക്റ്റ് ആഞ്ഞടിക്കും എന്ന പരസ്യമായ പ്രഖ്യാപനവുമുണ്ട്. ആം ആദ്മിയും കോൺഗ്രസും തമ്മിലുള്ള അഭേദ്യമായ ഒരു ബാന്ധവം നിലവിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷം അത് കുറച്ച് ശക്തമാവുകയും അത് തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ മുതൽക്കൂട്ടാവുകയും ചെയ്യും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടിയെടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ അഭിമാന പ്രശ്നം കൂടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. നിലവിൽ കെജ്രിവാളിനെ എതിർക്കുന്നവർ അതാരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് സുനിത കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ട്. വർഗീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യനല്ല, അതിനെ ശക്തമായി എതിർക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി ജനങ്ങൾ കൊടുക്കും എന്ന് തന്നെയാണ് സുനിത കെജ്രിവാൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്.